എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. വെൽക്കം ടു PSC+. നമ്മൾ മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നും നോക്കാൻ പോകുന്നത്. കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുമ്പ് നമ്മൾ എടുത്തിട്ടുള്ള മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ക്ലാസ്സുകളും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ യഥാർത്ഥ അർത്ഥം തിരഞ്ഞെടുക്കുക. അകത്തമ്മ ചമഞ്ഞു നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും. ഇതിൽ അടിയിൽ വരച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ. അകത്തമ്മ ചമഞ്ഞു എന്നുള്ളതാണ് അടിയിൽ വരച്ചിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുക, വലിയ മേന്മ നടിക്കുക, അമ്മമാരുടെ വേഷം കെട്ടുക, മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക. അകത്തമ്മ ചമയുക എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി, വലിയ മേന്മ നടിക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുക്കുക. രാമൻ്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു. ഇതിൽ വളരെയധികം സംസാരിക്കുന്നവനായി എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പാർട്ട്. അപ്പോൾ അതിൻ്റെ ഒറ്റപ്പദമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മൃദുഭാഷി, വാചാലൻ, അതിവാചാലൻ, വാഗ്മി. ഇതിലേതാണ് വളരെയധികം സംസാരിക്കുന്നവൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി, അതിവാചാലനാണ്. അതിവാചാലൻ. അടുത്ത ചോദ്യം, ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക. അന്തസ്. എങ്ങനെയാണ് കറക്റ്റായിട്ട് അന്തസ് എന്നുള്ളത് എഴുതുന്നത്? നമുക്കറിയാം, ഓപ്ഷൻ ബി ആണല്ലേ അന്തസ്. അന്തസ് എന്ന് എഴുതുന്നത് എങ്ങനെയാണ് കറക്റ്റായിട്ട്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഒരു ഒരെണ്ണം മാത്രമേ തന്നിട്ടുള്ളൂ. ഇതുപോലെ പല വാക്കുകൾ തന്നിട്ട് അതിൽ ശരിയായിട്ടുള്ളത് ഏതാണ് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്, നമുക്കറിയാം അല്ലേ. ഇനി അടുത്തത്, അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. നോക്കാം. അനശ്വരതയെക്കുറിച്ചുള്ള ചിന്തകളാണ് മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കുന്നത്. ഇതിൽ ഏതാണ്? അനശ്വരം, അതാണ് അടിയിൽ വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വിപരീത പദം എഴുതാനാണ്. ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കാം. നൈരാശ്യം, നശ്വരം, നരകം, നിരന്തരം. ഇതിൽ ഏതാണ് അനശ്വരതയെക്കുറിച്ച്? അനശ്വരത, അതിൻ്റെ ഓപ്പോസിറ്റ് വിപരീതം വരുന്നത് ഏതാണ്? നശ്വരമാണ്. നശ്വരം. അടുത്ത ചോദ്യം, നദിയുടെ പര്യായം അല്ലാത്ത പദം ഏതാണ്? നദിയുടെ പര്യായം അല്ലാത്ത പദം ഏതാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. ഇപ്പം മേഘം, മുഖം, പിന്നെന്താ നദി, ഭൂമി, മഞ്ഞ്, അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഇതൊക്കെ നിർബന്ധമായും പഠിച്ചിരിക്കുക കേട്ടോ. ഇതിൽ നദിയുടെ പര്യായം അല്ലാത്ത പദം ഏതാണ്? 4 ഓപ്ഷൻ നോക്കിയേ. ദ്വീപവതി, ധുനി, സ്രോതസ്, പയോദം. ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി, പയോദമാണ്. പയോദം എന്ന് പറയുന്നത് എന്താണ്? പയോദം എന്ന് പറയുന്നത് മേഘമാണ് കേട്ടോ, മേഘം. അപ്പം അതാണ് നദിയിൽ വരാത്തത്. അപ്പം നദി എന്ന് പറയുന്ന ഏതൊക്കെ വരുന്നുണ്ട്? നദി, ദ്വീപവതി, ധുനി, സ്രോതസ്, പിന്നെ ഏതൊക്കെയായിരുന്നു നദിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള പര്യായ പദങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഒന്നും കൂടി നമുക്ക് പഠിക്കാം. സരിത്ത് അല്ലേ, സരിത്ത് നദി, സരിത്ത്. നിർജരി, ആപക, സരിത്ത്, നിർജരി, ആപക. തരംഗിണി, തടിനി, ആദ്. പിന്നെ ഏതാണ്? ആദ്. ഇത്രയും നദിയായി റിലേറ്റ് ചെയ്ത് ഓർത്തു വയ്ക്കണം. ഒന്നും കൂടി പറയാം. ഏതൊക്കെയാണ് നദിയുടെ പര്യായ പദത്തിൽ വരുന്നത്? സരിത്ത്, നിർജരി, ആപക, തരംഗിണി, തടിനി, ധുനി, ആദ്, പിന്നെ പുഴ അല്ലേ. പിന്നെയോ സ്രോതസ്, ദീപവതി, അതൊക്കെ നദിയുടെ പര്യായമാണ്. ഇനി പയോദം എന്ന് പറയുന്നത് മേഘത്തിൻ്റെ പര്യായമാണ്. പയോദം എന്ന് പറയുന്ന ഏതിൻ്റെയാണ്? മേഘത്തിൻ്റെ പര്യായമാണ്. അപ്പം മേഘത്തിൻ്റെ ബാക്കി പര്യായ പദങ്ങളും കൂടി നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 4 ഏതൊക്കെയാണ്? പയോദം നമ്മളിപ്പോൾ പറഞ്ഞു. പിന്നെ മേഘം ഏതാണ്? മുകിൽ അല്ലേ. മേഘം എന്ന് പറയുന്നതിൽ പിന്നെ ഏത് വരുന്നു? മുകിൽ വരുന്നു. ജലധരം, ഘനം,
ഘനാഘനം, ഘനം, പിന്നെ ഏതാണ്? ഘനാഘനം. നഭസ്, നഭസ്. അംബുദം, അംബുദം. ഇതൊക്കെ ഏതിൻ്റെയാണ്? പിന്നെ അഭ്രം, പയോദം, അതൊക്കെ ഏതിൻ്റെ പര്യായ പദമാണ്? മേഘത്തിൻ്റെ പര്യായ പദങ്ങളാണ്. അടുത്ത ചോദ്യം, ചേർത്തെഴുതുക. വാക് അധികം മയം എങ്ങനെയാണ് ചേർത്തെഴുതുന്നത്? എങ്ങനെയാണ് ചേർത്തെഴുതുന്നത്? വാക്മയം, വാക് അധികം മയം എന്നുള്ളത് എങ്ങനെയാണ്? വാങ്മയം. ഇതിൽ 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കറക്റ്റായിട്ട് ഓപ്ഷൻ എ, ബി, സി, പിന്നെ 4-മത്തേത് ഡി ആണ്. ഇവയൊന്നുമല്ല. ഏതാണ് ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്? നമ്മൾ വാഗ്വാദം അതൊക്കെ പഠിച്ചതാണ്. വാഗ്ദേവി ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഋഗ്വേദം, വാഗർത്ഥം അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് ഇതെന്താണ്? വാക് അധികം മയമാണ്. വാക് അധികം മയം ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. വാങ്മയം എന്നാണ് വരുന്നത്. ഓപ്ഷൻ സി. എന്താ വരുന്നത്? വാങ്മയം, വാങ്മയം എന്നാണ് വരുന്നത്. വാക്കായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ വാക്ക് അധികം അർത്ഥം, വാഗർത്ഥം, വാക്കധികം വാദം, വാഗ്വാദം അല്ലേ? അത് നമ്മൾ കുറേ പഠിച്ചതായിരുന്നു. അപ്പോൾ അതിൽ കാ മാറി ഗായാവുന്ന ഒരു ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ എന്താണ്? വാങ്ങായി മാറുന്നത് അല്ലേ? വാങ്മയം. ഇനി വേറൊരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. ദിക്കധികം നാമം എങ്ങനെ വരും? ദിങ് നാമം അല്ലേ? ദിങ് നാമം എന്നാണ് വരുന്നത്. ദിക്കധികം നാമം എന്തായി മാറുന്നു? ദിങ് നാമം എന്നായി മാറുന്നു. ഇവിടെ കായ് എന്ന് പറയുന്നത് ങ്ങായായി മാറുകയാണ് ചെയ്യുന്നത്. കായ് എന്ന് പറയുന്നത് എന്തായി മാറും? ങ്ങായായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് വർഗാക്ഷരങ്ങൾക്ക് പരമായിട്ട് അനുനാസികം വന്നാൽ വർഗാക്ഷരത്തിൻ്റെ അനുനാസികം ആദേശമാകും. ഓക്കെ, അപ്പം അത് ഓർത്തു വയ്ക്കുക കേട്ടോ. ചിന്മയം അതൊക്കെ ഇതുപോലെ തന്നെ വരുന്നതാണ്. ദിങ്നാഗം, വാക്കധികം മാധുര്യം എന്താണ്? വാങ് മാധുര്യം എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, പലവുരു പിരിച്ചെഴുതുക. പിരിച്ചെഴുതാനാണ്. പലവുരു എങ്ങനെ പിരിച്ചെഴുതാം? ഓപ്ഷൻ ഡി ആണ് ആൻസർ. പല അധികം ഉരു, പലവുരു. സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ഏതാണ്? സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപമാണ് ഏതാണ്? ദ്വിവചനം. ദ്വിവചനമാണല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് വചനത്തെ പറ്റി പറഞ്ഞപ്പോൾ അല്ലേ? അടുത്ത ചോദ്യം, മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? പി.വി. ആൽബിയാണ്. പി.വി. ആൽബി. 80-ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ശരിയായതാണ് കണ്ടുപിടിക്കേണ്ടത്. 4 എണ്ണം ഉണ്ട്, നമുക്ക് നോക്കാം. ജാഥയിൽ ഏകദേശം 1000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ശരിയാണോ? അല്ല. ഏകദേശവും പറയുന്നുണ്ട്, പിന്നെ 1000-ഓളം എന്നും പറയുന്നുണ്ട്. ആ രണ്ടും വേണ്ട. അടുത്തത്, ഉദ്ദേശം 20-നടുത്ത് കുടുംബങ്ങൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. ഉദ്ദേശവും 20-നടുത്ത് രണ്ടും ഒരുമിച്ച് പറയേണ്ട ആവശ്യമില്ല. അടുത്തതോ, ഏറെക്കുറെ 50-നകം ആളുകളെ വന്നുള്ളൂ. ഏറെക്കുറെ 50-നകം എന്നുള്ളത് രണ്ടും ഒരുമിച്ച് പറയേണ്ട ആവശ്യമില്ല. അടുത്തതോ, 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. അതാണ് കറക്റ്റായിട്ടുള്ള വാക്യം. ശരിയായ വാക്യം ഏതാ വരുന്നത്? അപ്പോൾ 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് നോക്കാം. വിവാഹം ചെയ്ത് ഭാര്യയോട് കൂടെ പാർക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഇത് 4 ഓപ്ഷൻസ്. ഇത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് കേട്ടോ. 4 ഓപ്ഷൻ തരും, എന്നിട്ട് 1 മാത്രം ശരി, 1ഉം 2ഉം ശരി, ആ രീതിയിലുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കാം. ഇതാണ് വിവാഹം ചെയ്ത് ഭാര്യയോട് കൂടെ പാർക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഏതാണ് ഒറ്റപ്പദം? ഗൃഹസ്ഥൻ എന്നാണ് അല്ലേ? ഇതിൽ ഗൃഹസ്ഥൻ എന്നുള്ളത് ഇതിൽ കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത് ഏതാണെന്ന് നോക്കണം. ഏതാണ്? നമ്മളത് പഠിച്ചതാണ് ഗൃഹസ്ഥൻ എന്നുള്ളതൊക്കെ. ഏതിലാണ് വരുന്നത്? അനുഗ്രഹം, കാരാഗ്രഹം, അത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, അത് ഓർത്താൻ നിങ്ങൾക്ക് കിട്ടും. ഏതാണ് ഇതിൽ ഗൃഹസ്ഥൻ എന്ന് പറയുന്ന കറക്റ്റായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി അല്ല, ഇതാണ് കറക്റ്റ്. അപ്പോൾ
ടു മാത്രമുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത ചോദ്യം, മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? സലിംഗം, പൂജകം, അലിംഗം, ഇതൊന്നുമല്ല. മലയാളികൾ ഏതിലാണ് വരുന്നത്? മലയാളികൾ എന്ന് പറയുന്നത് അലിംഗമല്ലേ? അലിംഗ ബഹുവചനമാണ്. അപ്പോൾ അലിംഗ ബഹുവചനം എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, അത് ഓർത്ത് വയ്ക്കണം. വചനത്തിൽ നിന്ന് അലിംഗ ബഹുവചനം മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നന്നായി പഠിക്കുക. അതിൽ കുറച്ച് എക്സാമ്പിളൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടപ്പോഴത്തെ എക്സാമ്പിളൊക്കെ കൂടി ഒരുമിച്ച് ചേർത്ത് അലിംഗ ബഹുവചനം നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൽ വരുന്നത് അലിംഗ ബഹുവചനമാണ്. അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് എന്തായിരുന്നു? ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കാത്ത ബഹുവചനമാണ് അല്ലേ? മലയാളികൾ എന്ന് പറയുമ്പോൾ അതിൽ ആൺ പെൺ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് അത് അലിംഗ ബഹുവചനമാണ്. അപ്പം ഇതിൽ ആൻസർ വരുന്നത് 3 മാത്രം ശരി. എവിടെയാ? ഓപ്ഷൻ സി, 3 മാത്രം ശരിയാണ്. അടുത്ത ചോദ്യം, ഉൽഗതി എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? പുരോഗതി, അധോഗതി, സദ്ഗതി, സദാഗതി. ഏതാണ്? ഉൽഗതി എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ ബി, 2 മാത്രം ശരി. അതായത് അധോഗതിയാണ്. അധോഗതി, ഉൽഗതി, അധോഗതി. മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതുന്നത്? ഇതും സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ തന്നെ 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നേരെ എഴുതി നോക്കാം അല്ലേ? മലരമ്പൻ, മലരമ്പൻ എങ്ങനെയാണ് എഴുതുന്നത്? മലര് അധികം അമ്പൻ അല്ലേ? മലരമ്പൻ, മലര് അധികം അമ്പൻ, മലരമ്പൻ. അപ്പം ഇതിലേതാ വരുന്നത്? ഓപ്ഷൻ എ, 1 മാത്രം. 1 മാത്രം എന്ന് പറയുന്നത് നമ്മൾ എഴുതിയത് തന്നെ അല്ലേ? അതാണ് വരുന്നത്. അടുത്ത ചോദ്യം, രാത്രി എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ്? രാത്രി എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തത് നിശ, ത്രിയാമ, ക്ഷണത, ക്ഷണപ്രഭ. പര്യായം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി ആണ്. 4 മാത്രം ശരി. അപ്പോൾ പര്യായം അല്ലാത്തത് ക്ഷണപ്രഭയാണ്. അപ്പോൾ രാത്രിയുടെ പര്യായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി. നിശ, ത്രിയാമ, പിന്നെയോ ക്ഷണത. നിശ, ത്രിയാമ, ക്ഷണത പര്യായ പദങ്ങൾ. അപ്പോൾ പര്യായ പദത്തിൽ നമ്മൾ ഓൾറെഡി പഠിച്ച ഏതൊക്കെയായിരുന്നു? നദി, മേഘം, മഞ്ഞ്, പിന്നെന്തായിരുന്നു? നദി, മേഘം, മഞ്ഞ്. കുറച്ച് പര്യായങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചല്ലോ. ആ പഠിച്ച പര്യായങ്ങളുടെ കൂടെ ഏതും കൂടി പഠിക്കുക, രാത്രി എന്നുള്ളതും കൂടി പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിനും തെറ്റുകൾ വരാം. ഒന്നാമത്. പിന്നെന്താണ്? ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. ഇവിടെ ഒരേപോലെ തോന്നരുത് കേട്ടോ. ഇവിടെ എന്താ വ്യത്യാസം? ഒന്നാമത്തേൽ ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിനും തെറ്റുകൾ വരാം. പിന്നെ പറയുന്നു ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. പിന്നെയോ ഇംഗ്ലീഷ് എന്ന പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. ഇംഗ്ലീഷിലും മലയാളത്തിലെ തെറ്റുകൾ പോലെ വരാം. ഇതിൽ ശരിയായ വാക്യമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഏതാണ് ശരിയായ വാക്യം? ഓപ്ഷൻസ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി, 2 മാത്രം. അതായത് ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. അടുത്ത ചോദ്യം, വെണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാൽ. വെണ്ണീർ നമ്മൾ കഴിഞ്ഞ ദിവസം പിരിച്ചെഴുതിയിൽ പഠിച്ച ഒരു മോഡൽ തന്നെയാണ് ഈ വന്നിട്ടുള്ളത് അല്ലേ? വെണ്ണീർ എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാൻ സാധിക്കും? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? വെണ്ണീർ. ഓപ്ഷൻ എ, അതായത് 3 മാത്രം ശരി. വെൺ അധികം നീറ്, വെണ്ണീർ അല്ലേ? വെണ്ണധികം നീറാണ് വെണ്ണീർ. ഇതുപോലെയുള്ള നമ്മൾ കുറച്ചെണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്നും കൂടി ഇവിടെ ഒന്ന് നോക്കാം. ഏതൊക്കെയായിരുന്നു? തൺ അധികം നീർ എങ്ങനെ വരും? തണ്ണീർ അല്ലേ? തണ്ണീർ. ഇവിടെ നീർ ഇങ്ങനെയായിരുന്നു. അപ്പോൾ എങ്ങനെ വരും? തണ്ണീർ.
ഇത് PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. തണ്ണീർ. തണ്ണീർ എന്ന് പറയുന്നത് എങ്ങനെ പിരിച്ചെഴുതാം? തൺ അധികം നീർ എന്ന് എഴുതാം. ഇനി കണ്ണീർ. കണ്ണീർ എങ്ങനെ എഴുതാം? കൺ അധികം നീർ അല്ലേ, അതാണ് കണ്ണീർ. അതാണ് കണ്ണീർ എന്ന് പറയുന്നത്. അപ്പോൾ തണ്ണീർ, കണ്ണീർ. പിന്നെ ഏതാ വരുന്നത്? എൺ അധികം നൂറ് എങ്ങനെ വരും? 800 അല്ലേ, 800. ഇതൊക്കെ കൂടി ഒരുമിച്ച് എഴുതി വയ്ക്കണം കേട്ടോ. അപ്പം വെണ്ണീർ, വെണ്ണീർ, വെണ്ണധികം നീർ വെണ്ണീർ, എണ്ണധികം നൂറ് 800, കണ്ണധികം നീർ കണ്ണീർ, തണ്ണധികം നീർ തണ്ണീർ. ഇനി വെണ്ണധികം നിലാവ് എങ്ങനെ വരും? വെണ്ണധികം നിലാവ് ഇതൊരുമിച്ച് എഴുതി വയ്ക്കണം. വെണ്ണിലാവ് അല്ലേ, വെണ്ണിലാവ് എന്നാണ് വരുന്നത്. അടുത്ത ചോദ്യം, ശരിയായ പദം കണ്ടെത്തുക. അതിഥി. അതിഥിയാണ് തന്നിട്ടുള്ളത്. അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള അതിഥി? ഏതാ വരുന്നത്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ അല്ല, ആൻസർ വരുന്നത് ഇതാണ് കേട്ടോ. ഒന്ന് മാത്രം ശരി. ഒന്ന് മാത്രം ശരി എന്ന് പറയുമ്പോൾ ഈ അതിഥി. ഈ അതിഥിയാണ് കറക്റ്റായിട്ട് വരുന്നത്. അതിഥി, അതിഥി. പിന്നെ അഗതി. അഗതി എന്ന് എഴുതുമ്പോഴും ഈ തായാണ് കേട്ടോ. അതിഥി, അഗതി, അതൊക്കെ ഇതാണ് വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഒരവസ്ഥയെയോ വസ്തുതയെയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ ഏവ? താഴെ തന്നിരിക്കുന്നവയിൽ ഒരവസ്ഥയെയോ വസ്തുതയെയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ: കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, അട്ടയ്ക്ക് പൊട്ടക്കുളം, കയ്യാടിയാലെ വായയാടു, പിന്നെയോ പനിക്കു പട്ടിണി. ഇതിൽ ഒരു വസ്തുതയോ അല്ലെങ്കിൽ ഒരവസ്ഥയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകളാണ് ചോദിച്ചിട്ടുള്ളത്. 2 എണ്ണം കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഓപ്ഷൻ. 1 4 ശരി, 2 3 മാത്രം ശരി, 2 4 ശരി, 1 3 മാത്രം ശരി. ഏതാ ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്? ഓപ്ഷൻ സി, 2 4 ശരി. നോക്കി, 2 ഏതാണ്? അട്ടയ്ക്ക് പൊട്ടക്കുളം, പിന്നെയോ 4 പനിക്ക് പട്ടിണി. അതായത് ഇത് രണ്ടും എന്താണ്? ഒരവസ്ഥ അല്ലെങ്കിൽ വസ്തുതയെയാണ് സൂചിപ്പിക്കുന്നത്. 80ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ തർജ്ജമ ഏത്? തെറ്റായ തർജ്ജമയാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായത് നോക്കാം. ബ്ലൂ ബ്ലഡ്. ബ്ലൂ ബ്ലഡ് എന്ന് പറയുന്നത് ഉന്നത കുലജാതനാണ്. ശരിയാണോ? ശരിയാണ്. ബ്ലൂ ബ്ലഡ് എന്താണ്? ഉന്നത കുലജാതൻ. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രേഖാമൂലം. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രേഖാമൂലം. പ്രോസ് ആൻഡ് കോൺസ് അനുകൂല പ്രതികൂല വാദങ്ങൾ. പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്നത് അനുകൂല പ്രതികൂല വാദങ്ങൾ. നമ്മൾ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെയോ എ റെഡ് ലെറ്റർ ഡേ അവസാന ദിവസം ആണോ? അല്ല. റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത് എന്താണ്? എ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് എന്താ പറയുന്നത്? വെരി ഹാപ്പി ഡേ. വെരി ഹാപ്പി ഡേ അല്ലെങ്കിൽ വെരി ഹാപ്പി ആൻഡ് ഇമ്പോർട്ടൻ്റ് ഡേ. വെരി ഹാപ്പി ആൻഡ് ഇമ്പോർട്ടൻ്റ് ഡേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്. നമുക്ക് ഇംഗ്ലീഷിൽ ഇഡിയംസ് പഠിക്കാനുണ്ടല്ലോ, അതിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇത്. എ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്ന അവസാന ദിവസമല്ല, വെരി ഹാപ്പി ആൻഡ് ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? നമ്മളോട് തെറ്റായ തർജ്ജമയാണ് ചോദിച്ചിട്ടുള്ളത്. 4 മാത്രമാണ് തെറ്റ് അല്ലേ? 4 മാത്രം. 4 മാത്രം ശരി. തെറ്റായതിൽ 4 മാത്രമാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമ്മൾ കടക്കുവാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് 20 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാനുണ്ട് മലയാളമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. നോക്കാം. ഇത് ക്ലർക്കും ടൈപ്പിസ്റ്റും കൂടി ഉള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുണ്ടാവും. നമുക്ക് പഠിക്കാം. താഴെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പദം ഏതാണ്? തഥാഗതൻ എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. തഥാഗതൻ ഓപ്ഷൻ എ ആണ്. ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്നതിൻ്റെ മലയാള രൂപം ഏതാണ്? ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്നതിൻ്റെ മലയാള രൂപം 4 ഓപ്ഷൻ ഉണ്ട്. അനൗദ്യോഗിക കത്ത്, ഔദ്യോഗിക കത്ത്, അർദ്ധ ഔദ്യോഗിക കത്ത്, ഔദ്യോഗിക നടപടി കത്ത്. ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയുന്നത് അർദ്ധ ഔദ്യോഗിക കത്താണ്. അടുത്ത ചോദ്യം, വിശേഷേണ വിടർന്നത് എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്?
വിശേഷേണ വിടർന്നത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, വ്യാഘോഷം. വ്യാഘോഷം ഇത് പറഞ്ഞല്ലോ ടൈപ്പിസ്റ്റിൻ്റെയും കൂടിയാണ്, അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 84 ചീവീടിൻ്റെ പര്യായ പദം. 4 ഓപ്ഷൻ ഉണ്ട്. ഗ്രാഹം, ചർവണ, ചില്ലിക, നഖാശി. ചീവീട്, ചീവീടിൻ്റെ പര്യായ പദം ഏതാണ്? ചില്ലികയാണ്, ചില്ലിക. സൈരന്ധ്രി എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതുക. സൈരന്ധ്രി അണിയിച്ചൊരുക്കുന്നവൾ, ഇന്ദ്രിയജ്ഞാനമുള്ളവൾ, സിന്ധുദേശത്തുള്ളവൾ, അണിഞ്ഞൊരുങ്ങുന്നവൾ. ഇതിലേതാണ് സൈരന്ധ്രി എന്ന വാക്കിൻ്റെ അർത്ഥം? സൈരന്ധ്രി എന്ന വാക്കിൻ്റെ അർത്ഥം അണിയിച്ചൊരുക്കുന്നവൾ എന്നാണ്, അണിയിച്ചൊരുക്കുന്നവൾ. പ്രാക്തനം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? പ്രാക്തനം, പ്രാക്തനം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? അധുനാദനമാണ് കേട്ടോ, അധുനാദനം. പ്രാക്തനം, അധുനാദനം. മണലുകൊണ്ട് കയറ് പിരിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മണലുകൊണ്ട് കയറ് പിരിക്കുക. 4 ഓപ്ഷൻ നോക്കി. കഠിനമായ പരിശ്രമത്തിലൂടെ എന്തും നേടാം, ദുർബലമായവ കൊണ്ട് ഉറച്ചവ ഉണ്ടാക്കുക, ഉപയോഗപ്രദമായ കാര്യം ചെയ്യുക, വിഡ്ഢിത്ത പ്രവൃത്തി ചെയ്യുക. ഏതാണ്? മണലുകൊണ്ട് കയറ് പിരിക്കുക എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ഡി, വിഡ്ഢിത്ത പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏതാണ്? പുരാതന കവിത്രയങ്ങൾ, പുരാതനമായ കവിത്രയങ്ങൾ, പുരാതന കവിത്രയം, പുരാതന കവിത്രയം. ഏതാണ് ഇതിൽ ശരിയായ പ്രയോഗം? ഏതാണ്? പുരാതന കവിത്രയം. The spirit is willing but the flesh is weak. ശരിയായ മലയാള അർത്ഥം ഏതാണ്? The spirit is willing but the flesh is weak. ഏതാണ്? ക്ഷീണിതമായ ശരീരത്തിൽ നിന്നും ദുർബലമായ ചിന്തകളെ ഉണ്ടാകൂ. ക്ഷീണിതമായ ശരീരം ആത്മാവിനെ ക്ഷീണിപ്പിക്കുന്നു. മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല. ദുർബലമായ ശരീരമായതിനാൽ മനസ്സും ദുർബലമാകുന്നു. ദ സ്പിരിറ്റ് ഈസ് വില്ലിംഗ് ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക്. ഏതാ വരുന്നത്? ഓപ്ഷൻ സി, മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, മാതാവിൻ വാത്സല്യ ദുക്തം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. ഇതിൽ അടിവരയിട്ട പദത്തിന് സമാനമായ പദമേത്? ദുക്തം. ദുക്തം എന്ന് പറയുന്നതിന് സമാനമായ പദം ഏതാണ്? പയസ് അല്ലേ? ദുക്തത്തിന് സമാനമായത് പയസ്സാണ്. താഴെ കൊടുത്തിരിക്കുന്നവയെ സ്ത്രീലിംഗ രൂപം ഏതാണ്? സ്ത്രീലിംഗ രൂപം. വിദേശി, വിദുഷി, വിദ്വേഷി, വിദ്യാർത്ഥി. ഇതിലേതാണ് സ്ത്രീലിംഗ രൂപം എന്ന് പറയുന്നത്? ഏതാണ് സ്ത്രീലിംഗം? പുല്ലിംഗം സ്ത്രീലിംഗത്തിൽ വിദുഷി. ഏതാണ്? ഓപ്ഷൻ സി, വിദുഷിയാണ് വരുന്നത് അല്ലേ? വിദുഷി, വിദുഷിയാണ് സ്ത്രീലിംഗ രൂപം. ഏതിൻ്റെ സ്ത്രീലിംഗ രൂപമാണിത്? വിദുഷി എന്ന് പറയുന്നത്. വിദുഷി എന്ന് പറയുന്നത് വിദ്വാൻ, വിദ്വാൻ്റെ സ്ത്രീലിംഗ രൂപമാണ് വിദുഷി. വിദ്വാൻ്റെ സ്ത്രീലിംഗ രൂപമാണ് വിദുഷി എന്ന് പറയുന്നത്. ഇനി വേറെ 2 എണ്ണവും കൂടി നമുക്ക് നോക്കാം. പാതകൻ. പാതകൻ, പാതകൻ്റെ സ്ത്രീലിംഗം എന്താണ്? പാതകി. പാതകൻ, പാതകി. വിദ്വാൻ, വിദുഷി. മാതുലൻ. മാതുലൻ, മാതുലൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? മാതുലാനിയാണ് കേട്ടോ. മാതുലൻ, മാതുലാനി. മാതുലൻ, മാതുലാനി. വേടൻ, വേടൻ്റെ എന്താണ്? വേടത്തി. വേടൻ, വേടത്തി. ഓക്കെ. അടുത്ത ചോദ്യം, തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുക. തണ്ടാർ, തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുക. ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. തണ്ടാർ, തണ്ടാർ എന്ന് പറയുന്നതിൽ തൺ പ്ലസ് താറാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലേ? തണ്ടാർ. ഇതെപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. തണ്ടാർ, തൺ പ്ലസ് താറാണ്. അതുപോലെ 2 എണ്ണം നമുക്ക് പഠിക്കാം. വിണ്ഡലം. വിണ്ഡലം എങ്ങനെ പിരിച്ചെഴുതുന്നത്? വിണ്ഡലം വിൺ അധികം തലം അല്ലേ? വിൺ പ്ലസ് തലമാണ് വിണ്ഡലം. വിൺ പ്ലസ് തലം, വിണ്ഡലം. ഇക്കണ്ട. ഇക്കണ്ട എങ്ങനെ പിരിച്ചെഴുതാം? ഈ അധികം കണ്ഠ, ഇക്കണ്ഠ. തൺ
പ്ലസ് താർ തണ്ടാർ. അടുത്ത ചോദ്യം, അബ്ജദലാക്ഷൻ ഘടകപദം എന്താണ്? എങ്ങനെയാണ് ഇത് ഘടകപദമാക്കുന്നത്? അബ്ജദലാക്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? അബ്ജദളം പോലെയുള്ള അക്ഷിയുള്ളവൻ. അബ്ജദളം പോലെയുള്ള അക്ഷിയുള്ളവനാണ് അബ്ജദലാക്ഷൻ എന്നറിയപ്പെടുന്നത്. ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാം എന്നർത്ഥം വരുന്ന ചൊല്ല് ഏതാണ്? ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാം എന്നർത്ഥം വരുന്ന ചൊല്ല് ഏതാണ്? 4 ഓപ്ഷൻ നോക്കാം. ആയം നോക്കി വ്യയം, കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും, പയ്യെ തിന്നാൽ പനയും തിന്നാം, നാക്കുനെന്നെങ്കിൽ നാടടക്കാം. ഏതാണ് വരുന്നത്? കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും. എൻഡോഴ്സ്മെൻറ്റ് എന്ന വാക്കിന് പകരം പറയാവുന്ന മലയാള പദം ഏതാണ്? എൻഡോഴ്സ്മെൻറ്റ് മേലെഴുത്താണ് കേട്ടോ. എൻഡോഴ്സ്മെൻറ്റ് എന്ന വാക്കിന് പകരം പറയാവുന്ന മലയാള പദം മേലെഴുത്ത്. നരജീവിതമായ വേദനയ്ക്കൊരു മട്ടർഭകര ഔഷധങ്ങൾ താൻ. ഇതിൽ അടിവരയിട്ട പദം അർഭകർ എന്ന പദത്തിൻ്റെ പകരം പറയാവുന്ന പദമാണ് ചോദിച്ചിട്ടുള്ളത്. അർഭകർ എന്ന പദത്തിന് പകരം പറയാവുന്ന പദം ഏതാണ്? കുട്ടികളാണ് കേട്ടോ, കുട്ടികൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ചില പരിപാടികൾ വീണ്ടും പുനഃപ്രക്ഷേപണം ചെയ്യുക എന്നത് ഒരു തന്ത്രമാണ്. പെട്ടെന്നുണ്ടായ ആകസ്മിക സംഭവം അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. പിന്നെയോ, ഓരോരോ മാസം തോറും 500 രൂപ വീതം ഫീസ് കൊടുക്കണം. കഥാപാത്രങ്ങളായി വായനക്കാരൻ താതാത്മ്യപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥ ആസ്വാദനം സംഭവിക്കുന്നത്. ശരിയായ വാക്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ഇതിലെ ശരിയായിട്ടുള്ള വാക്യം. 98ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചന പദം ഏത്? ഈ ഒരു സെക്ഷനിൽ തന്നെ, ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടല്ലേ, അലിംഗ ബഹുവചനം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേതാണ് അലിംഗ ബഹുവചനം വരുന്നത്? അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ആൺപെൺ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കാത്ത ബഹുവചനമാണ് അലിംഗ ബഹുവചനം. സ്വാമികൾ, വൃദ്ധന്മാർ, അഭിഭാഷകർ, പുസ്തകങ്ങൾ. ഇതിലേതാണ് അലിംഗ ബഹുവചനത്തിൽ വരുന്നത്? ഓപ്ഷൻ ബി അല്ലേ, അഭിഭാഷകരാണ്. ഇപ്പോൾ കുട്ടികൾ, അധ്യാപകർ, മൃഗങ്ങൾ, മക്കൾ, ജനങ്ങൾ, അതൊക്കെ ഏതിന് എക്സാമ്പിളാണ്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ്. 99, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പദം ഏതാണ്? മൃച്ഛകടികം, ക്രിയാപദം, അടിമത്തം, അധപതനം. ഏതാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്? നമ്മൾ പഠിച്ചതായിരുന്നു, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്ന. ഓപ്ഷൻ ഡി ആണ് തെറ്റ്. എങ്ങനെ കറക്റ്റായിട്ട് എഴുതുന്ന അധപതനം? അധപതനം അല്ലേ, അധപതനം ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ശരിയായ പദചേർച്ച കണ്ടെത്തുക. 4 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ട്. എരി അധികം തീ, എന്താണ്? എരിതീ, അതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ, ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയി വീണ്ടും വീണ്ടും വരുന്നത്? ഇപ്പോൾ പര്യായങ്ങൾ അല്ലെങ്കിൽ അലിംഗ ബഹുവചനം, വിപരീതം, സ്ത്രീലിംഗം, പുല്ലിംഗം എന്നുള്ള കാര്യങ്ങൾ. പിന്നെ പിരിച്ചെഴുതുകയിൽ തന്നെ അല്ലേ, വിണ്ഡലം, തണ്ടാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുവരെ നമ്മുടെ ക്ലാസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്